ഹലോ, മൈൻസുമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ചാണ്. എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി? ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. അതായത് പഠന വൈകല്യം. നമ്മളെ മക്കളെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വളർത്തുക. അവർ പഠിച്ച് വലുതായി ഒരു ജോലിയൊക്കെ കിട്ടിയാൽ നമുക്ക് സേഫായി എന്നൊക്കെ വിചാരിച്ചിട്ടാവും നമ്മൾ മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കുക. അപ്പം 5 വയസ്സിന് ശേഷമാണ് നമുക്ക് നമ്മുടെ മക്കളിൽ ഈ മാറ്റങ്ങൾ കണ്ടുവരിക. അപ്പം നമ്മൾ ഒന്നും മനസ്സിലാക്കാതെ അവരെ മുദ്ര കുത്തും. മന്ദബുദ്ധിയാണ്, മടിയനാണ്, ഒന്നും കഴിയില്ല, മടിയെത്തിയാണ് എന്നൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ അവരെ മനസ്സിലേക്ക് നമ്മളിങ്ങനെ ഓരോന്നും പറഞ്ഞ് അവരെ മനസ്സിനെ നമ്മൾ ഡിപ്രസ്ഡ് ആക്കും. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? അവരെ മനസ്സിലാക്കണം. എന്താണ് അവർക്ക് നമ്മൾ നോക്കണം. പഠന വൈകല്യം എന്ന് പറയുന്നത് ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണെന്ന് പറഞ്ഞു. അവർക്ക് നോർമലോ അതിലധികമോ ബുദ്ധിശക്തി ഉണ്ടായിരിക്കും. പക്ഷെ അവർക്ക് പഠന കാര്യത്തിൽ മാത്രം അവർ പിന്നോക്കമായിരിക്കും. ബാക്കി എല്ലാ കലാപരമായിട്ടും കായികപരമായിട്ടും മറ്റുള്ളവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ ആയാലും എല്ലാ കാര്യത്തിലും അവർ മുൻപന്തിയിലായിരിക്കും. എല്ലാവരോടും സംസാരിക്കാനും കളിക്കാനും ക്ലാസ്സിലെ വേറെ എന്ത് കാര്യത്തിനും അവർ ഉത്സാഹം ഉണ്ടായിരിക്കും. പക്ഷെ ഇവർക്ക് പഠിക്കാൻ മാത്രം അവർക്ക് കഴിയില്ല. പക്ഷെ അത് അവരെ കുറ്റമല്ല, അത് എന്താണെന്ന് അവർക്കും മനസ്സിലാവില്ല. നമ്മൾ പറയും അവർ മടി കൊണ്ടാണ്, അറിയാതൊന്നല്ല, മടി കൊണ്ടാണെന്നൊക്കെ പറയും. പക്ഷെ അത് അവരുടെ ഒരു ബ്രെയിനിലുള്ള ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയും. ലേണിംഗ് ആയിട്ടുള്ള പഠനപരമായ കാര്യത്തിൽ ഒരു ഡാമേജ് സംഭവിക്കുമ്പോഴോ ആണ് പഠനപരമായിട്ടുള്ള ലേണിംഗ് പ്രോസസ്സിങ്ങിൽ. അപ്പോൾ അത് നമ്മുടെ ബ്രെയിനിൽ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്ന ഒരു ഭാഗത്തൊരു തകരാറ് സംഭവിക്കുമ്പോഴാണ് ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ശരിക്കും 4 തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം പറയുന്നത് ഡിസ്ലെക്സിയാണ്, വായനാ വൈകല്യം എന്ന് പറയും. വായനാ വൈകല്യമുള്ള കുട്ടികൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്ത് വായിക്കാൻ കൊടുത്താലും അവർ വളരെ സാവധാനത്തിലാണ് വായിക്കുക. അക്ഷരങ്ങൾ തപ്പിപ്പിടിച്ചാണ് വായിക്കുക. അവർക്ക് അതെങ്ങനെ വായിക്കണമെന്ന് അറിയില്ല. അവർക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകൾ അല്ലെങ്കിൽ അവർ തന്നെ ആലോചിച്ച് കണ്ടെത്തി അതിലില്ലാത്ത വാക്കുകളൊക്കെ രൂപീകരിച്ച് അവർ വായിക്കും. ഇപ്പോൾ ചാടുക എന്നുള്ളതിനെ അവർ ഓടുക എന്ന് വായിക്കും. അതിലില്ലാത്ത വാക്കുകൾ അല്ലെങ്കിൽ എന്തൊക്കെയോ അവർ വായിക്കും. നമുക്ക് തന്നെ മനസ്സിലാവില്ല അവരെന്താ വായിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെയുള്ളതാണ് വായനാ വൈകല്യം എന്ന് പറയുന്നത്. വാക്കുകൾ എന്താണെന്ന് അറിയില്ല, വള്ളി എന്താണ്, ദീർഘം എന്താണ്, അങ്ങനെ ഓരോന്നും അവർക്ക് മനസ്സിലാവില്ല. അത് എവിടെയൊക്കെ ഉപയോഗിക്കണം, ഫുൾ സ്റ്റോപ്പ് ഇടണോ, ചിലപ്പോൾ നിർത്താതെ വായിക്കും. അപ്പം അതൊക്കെയാണ് ലേണിംഗ് ഡിസബിലിറ്റിയിൽ വരുന്ന ഡിസ്ലെക്സി എന്ന കാറ്റഗറിയിൽ പെടുന്നത്. അപ്പോൾ അതൊരു വായനാ വൈകല്യം. അടുത്ത് വരുന്നത് ഡിസ്ഗ്രാഫിയാണ്, എഴുതാനുള്ള ബുദ്ധിമുട്ടാണ്. ആ എഴുതാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടീച്ചർ ബോർഡിൽ എഴുതി കൊടുക്കുന്നത് എന്താണെന്നുള്ളത് അവർക്ക് എഴുതാൻ കിട്ടില്ല. ബുക്കിൽ അക്ഷരങ്ങൾ എങ്ങനെ എഴുതണം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തുക, അതുപോലെ അകലങ്ങൾ, വാക്കുകളുടെ അകലങ്ങൾ ചിലപ്പോൾ അടുപ്പിച്ചെഴുതും, ചിലപ്പോൾ ബുക്ക് മൊത്തം നിറച്ചെഴുതും. എങ്ങനെയൊക്കെയാണ് അത് എഴുതേണ്ടതെന്ന് പോലും അവർക്ക് അറിയില്ല. ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത് അറിയില്ല, അവർക്ക് എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയില്ല. അക്ഷരങ്ങൾ തെറ്റിക്കും, ചിലപ്പോൾ ബോർഡിലുള്ളതാവില്ല പുസ്തകത്തിൽ എഴുതുക, അവർക്ക് ഇഷ്ടമുള്ളത് എഴുതും. അതാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ. ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആണ്. മാത്തമാറ്റിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യത്തിൽ ബാക്കി എഴുതാനും വായിക്കാനും ഒന്നും കുഴപ്പമുണ്ടാവില്ല. മാത്സ് പരമായിട്ടുള്ള ഓരോ അക്കങ്ങളും എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ, സബ്സ്ട്രാക്ഷൻ, അഡീഷൻ, ഇതൊന്നും അവർക്ക് അറിയുണ്ടാവില്ല. കൂട്ടാൻ അറിയുണ്ടാവില്ല, കുറയ്ക്കാൻ അറിയുണ്ടാവില്ല. മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്, സർക്കിൾ, അങ്ങനെ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാൻ, എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ അവർക്ക് കഴിവുണ്ടാവില്ല. മാത്തമാറ്റിക്കലായിട്ട് ഒരു കാര്യത്തിലും ടൈം നോക്കാൻ അറിയുണ്ടാവില്ല, മണി മാനേജ് ചെയ്യാൻ അറിയുണ്ടാവില്ല. അതാണ് മാത്തമാറ്റിക്കലി മാത്രം പ്രോബ്ലം തന്നെയാണ് നമ്മൾ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഇനി ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ നമ്മളെ മോട്ടോർ കോർഡിനേഷൻ എഫക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ കൈകാലുകളുടെ ചലനത്തെ, നമ്മുടെ കോർഡിനേഷനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. പ്രധാനമായിട്ടും ഫൈൻ മോട്ടോർ സ്കിൽസിലാണ് ഇത് കണ്ടുവരുന്നത്. കൈകളിലുള്ള ചലനങ്ങളിലായിരിക്കും. നമുക്ക് പെൻസിൽ ഗ്രിപ്പ് ഉണ്ടാവില്ല, ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മുന്നിലിരിക്കുന്ന ഒരു പേന പിടിക്കാൻ പോലും നമുക്ക് പറ്റില്ല. ആ ഹോൾഡിങ് ഫൈൻ മോട്ടോർ സ്കില്ലിൽ നമുക്ക് എന്തുണ്ടാവും, നമുക്കൊരു കുറവുണ്ടായിരിക്കും. അതാണ് ഡിസ്പ്രാക്സി എന്ന് പറയുന്നത്. പെൻസിൽ പിടിക്കാൻ പറ്റില്ല, ബട്ടൺസ് ഇടാൻ പറ്റില്ല, ഷൂ ലേസ് കെട്ടാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ നമുക്ക് നമ്മുടെ കോർഡിനേഷനിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. അതാണ് ആ ഒരു ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ടും ഈ 4 തരത്തിലാണുള്ളത്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു 5 വയസ്സ് മുതൽ കുട്ടികൾ ഇതിലേതെങ്കിലും ഒന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെയോ നമ്മൾ ആദ്യം കാണിക്കുക. എന്നിട്ട് കുട്ടിയുടെ IQ ലെവൽ, ബുദ്ധിശക്തി IQ ലെവൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുക, IQ ടെസ്റ്റ് നടത്തുക. എന്നിട്ട് എവിടെയാണോ അവന് പ്രോബ്ലം ഉള്ളത് അതിനനുസരിച്ചിട്ടുള്ള
ടീച്ചിങ് മെത്തേഡ് അവന് കൊടുക്കുക, റെമഡിയൽ ടീച്ചിങ് കൊടുക്കുക. കോർഡിനേഷൻ പ്രോബ്ലം ഉള്ള കുട്ടികൾക്കൊക്കെ ഒക്യുപേഷണൽ തെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ റെമഡിയൽ ടീച്ചിങ് മെത്തേഡ് കൊടുക്കുക, അതായത് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഒരു പ്രത്യേക പഠന രീതി തന്നെ നമ്മൾ കൊടുക്കണം. അതിന് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സഹായം നേടാം, സൈക്കോളജിസ്റ്റിന്റെ സഹായം നേടാം, ഒക്യുപേഷണൽ തെറാപ്പിയുടെ സഹായം നേടാം, തെറാപ്പിസ്റ്റിന്റെ. അപ്പോൾ അവരുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ചെറുപ്പത്തിലെ കുട്ടിയുടെ പഠന വൈകല്യം കണ്ടുപിടിച്ചിട്ട് അവന് അതിനുള്ള ടീച്ചിങ്ങും ട്രെയിനിങ്ങും കൊടുക്കുക. നമുക്ക് അവനെ കേട്ട് പഠിക്കാനാണ് ഇഷ്ടമെങ്കിൽ കേട്ട് പഠിക്കുന്ന രീതിയിൽ ഉച്ചത്തിൽ വായിച്ചു കൊടുക്കുക. പിന്നെ ഫോണിലോ അല്ലെങ്കിൽ ലാപ്പിലൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കേൾപ്പിച്ചിട്ട് ഓരോന്നും കൊടുക്കുക. വലിയ വലിയ പാരഗ്രാഫുകൾ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് വർക്ക് ലോഡായിട്ട് അവന് കൊടുക്കരുത്. ഷോർട്ടായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഗോള് സെറ്റ് ചെയ്തിട്ട് ഷോർട്ട് ആയിട്ട് അവനെ പഠിപ്പിച്ചെടുക്കണം. അങ്ങനെ പഠിപ്പിച്ചെടുത്താൽ മാത്രമേ ആ കുട്ടീനെ ഗ്രാസ്പ് ഉള്ളൂ. ക്ഷമയോട് കൂടിയിട്ട് ടീച്ചർമാരായാലും പാരൻസ് ആയാലും അവൻ്റെ കൂടെ ഇരുന്നിട്ട് അവനതിന് കൊടുക്കുകയാണെങ്കിൽ അവന് ഒരുപാട് മാറ്റങ്ങൾ അതിൽ വരുത്താൻ പറ്റും. ചെറുപ്പത്തിലേ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരു 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേനും അവൻ പഠന വൈകല്യം ഒക്കെ മാറി നല്ല ഉഷാറായ ഒരു കുട്ടിയായിട്ട് മാറും. പ്രശസ്തരായ ആൽബർട്ട് ഐൻസ്റ്റീൻ അങ്ങനത്തെ മഹത് വ്യക്തികൾക്കൊക്കെ പഠന വൈകല്യം ഉണ്ടായിരുന്നു. അവരൊക്കെ അത് പരിഹരിച്ചിട്ട് ജീവിതത്തിൽ വിജയം നേടിയെടുത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ എന്ത് ചെയ്യുക, ലേബൽ ചെയ്യാതിരിക്കുക, മുദ്ര കുത്താതിരിക്കുക, അവരെ കൂടെ ഇരിക്കുക. നമ്മുടെ മക്കൾക്ക് എന്തിനൊക്കെയാണോ കുറവുള്ളത് അത് പരിഹരിച്ചിട്ട് നമ്മളത് മുന്നോട്ട് പോവുക. എന്നാലാണ് നമുക്ക് ഈ പഠന വൈകല്യം കുറച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്കതിനുള്ള പ്രത്യേക ടീച്ചിങ് മെത്തേഡുകളൊക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ട് അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക. ഒരിക്കലും അവരെ കമ്പയർ ചെയ്യാതിരിക്കുക, മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ഇനി പറയാനുള്ളത് ലേണിംഗ് ഡിസബിലിറ്റിയും ലേണിംഗ് ഡിഫിക്കൽട്ടിയും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്താണ് ലേണിംഗ് ഡിഫിക്കൽട്ടി? ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ പഠനത്തിലുള്ള ഒരു ബുദ്ധിമുട്ടാണ്. കാരണം അവന് പഠന വൈകല്യം ഉണ്ടാവില്ല. ചിലപ്പോൾ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അവനെ എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും എഫക്റ്റ് ചെയ്തുകൊണ്ടോ ഒരു ടീച്ചർ ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് കൊണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് പഠിക്കാതാവുന്ന ഒരു അവസ്ഥ ആവുന്നുണ്ട്. പക്ഷെ അത് അവന് പഠന വൈകല്യമല്ല, അതവന് പഠനത്തിലുള്ള ബുദ്ധിമുട്ടാണ്, ലേണിംഗ് ഡിഫിക്കൽട്ടിയാണ്. ചില വിഷയങ്ങളോടുള്ള ഒരു ഇഷ്ടക്കുറവ്. അവനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കൗൺസിലിംഗ് ആണ് കൊടുക്കേണ്ടത്. അവനെ നമ്മളൊന്ന് മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവന് ഉഷാറായിട്ട് വരും. ഏതൊരു കുട്ടിയെയും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക, അതായത് അവരെ നമ്മൾ കുറ്റപ്പെടുത്താതെ അവരെ ഒപ്പം നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവര് മുൻപന്തിയിലെത്തും. എപ്പോഴും നമ്മൾ അവരുടെ നല്ല നല്ല കാര്യങ്ങൾ എടുത്ത് പറയുക. പിന്നെ അവർക്ക് കളിക്കാനുള്ള സമയങ്ങൾ നമ്മൾ കൊടുക്കുക. എപ്പോഴും പഠിക്കാൻ നിർബന്ധിക്കാതെ ബ്രേക്ക് കൊടുത്തിട്ടൊക്കെ പഠിപ്പിക്കുക. അപ്പോൾ ആ ലേണിംഗ് ഡിഫിക്കൽട്ടിയും ലേണിംഗ് ഡിസബിലിറ്റിയും നമ്മൾ തിരിച്ചറിയണം. പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് അത് അവരുടെ വൈകല്യമാണ്, അവർക്കത് എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ അവർക്ക് കഴിയില്ല. പക്ഷെ ലേണിംഗ് ഡിഫിക്കൽട്ടി ഉള്ളത് അങ്ങനെയല്ല, അവർ പഠിക്കുന്ന കുട്ടികളായിരിക്കും, അവർക്ക് പഠന വൈകല്യമൊന്നും ഉണ്ടാവില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് ആശ്വസിപ്പിച്ചാൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്താൽ മുൻപന്തിയിലേക്ക് വരുന്നതാണ് ഈ ലേണിംഗ് ഡിഫിക്കൽട്ടി. അത് പഠനപരമായിട്ടുള്ള വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ വരുന്ന ഡിഫിക്കൽട്ടിയാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പഠന വൈകല്യം ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.